ഈ കുന്തി ദേവിയുടെ പരാമർശത്തിന്റെ പേരിൽ 3 വർഷം ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ അടയ്ക്കണം എന്ന അഭിപ്രായം ഹണി റോസിനുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. 3 വർഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ജയിലിലടച്ച് കളയണോ? 2, ലാലേട്ടൻ, നമുക്ക് എല്ലാം ഇഷ്ടമുള്ള ആദരണീയനായ ലാലേട്ടൻ ഇതേ സെക്ഷലി കളേർഡ് റിമാർക്ക് മോൺസ്റ്റർ എന്ന സിനിമയിൽ ഇതേ സാഹചര്യത്തിൽ ഹണി റോസിനോട് പറയുന്നത് വളരെ ചിരിച്ചുകൊണ്ട് ഹണി റോസ് കേട്ടോണ്ട് നിൽക്കുകയല്ലേ? അപ്പൊ ഭയങ്കര വിറ്റാണല്ലോ. എന്നൊരു കാര്യം ചെയ്യാം, ലാലേട്ടനല്ല പറഞ്ഞിട്ടുള്ളത്, ലക്കി സിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ലക്കി സിംഗിനെതിരെ കേസ് കൊടുക്കുക. ലക്കി സിംഗിന്റെ അതേ വേഷത്തിൽ ലാലേട്ടൻ കോടതിയിൽ ഹാജരാവട്ടെ, ഒരു ലക്കി സിംഗിനെ ശിക്ഷ വിധിക്കട്ടെ. അതല്ലേ അതിന്റെ ഹീറോയിസം. നമസ്കാരം. ഹണി റോസ് ബോച്ചെ വിഷയത്തിൽ നടുക്ക് രാഹുൽ ഈശ്വർ കയറി വന്നു. രാഹുൽ ഈശ്വർ ഇന്നലെ ചാനൽ ചർച്ചകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹണി റോസിനെതിരെ സംസാരിച്ചു. അയാളുടെ സ്വന്തം ചാനലിലും വീഡിയോ ചെയ്തു, നമ്മൾ അതിനെക്കുറിച്ച് കാര്യം പറഞ്ഞു. പക്ഷെ നേരിട്ട് പറയാതെ ഷിബിലാഫറ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്കിട്ടുള്ളത്. അപ്പം എന്തായാലും ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ഒരുവിധം എല്ലാവരും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഈ ടോപ്പിക്ക് ഫോളോ ചെയ്യുന്നവർ. അതിനുശേഷം അതിന് രാഹുൽ ഈശ്വറിന് ഒരു മറുപടി എന്നുള്ള കണ്ടീഷനിൽ ഹണി റോസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റും അതിന് രാഹുൽ ഈശ്വർ കൊടുത്തിട്ടുള്ള ഒരു മറുപടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ള ചെറിയൊരു പോയിന്റ് ഒന്ന് കേൾക്കാട്ടോ. ദയവായി ശ്രദ്ധിക്കുക. അതായത് സിനിമയിലും പൊതുരംഗത്തും നിൽക്കുന്നവർ സമൂഹത്തിൽ ചില മാന്യതകളും മര്യാദകളും പാലിക്കണം. ബോച്ചെ ഇത് പറഞ്ഞത് ശരിയായില്ല എന്ന് ആദ്യം വിമർശിച്ച വ്യക്തികളുടെ ഒരാളാണ് ഞാൻ. കുന്തി ദേവി എന്ന ദ്വയാർത്ഥ പ്രയോഗം. ഈ ഒരു വരി കൂടി ഉണ്ട്. ബോച്ചെ പറയാൻ പോകുന്ന ഒരു ഡിഫൻസ്. ഷഫാഖ് നാസ് എന്ന ഹിന്ദി നടിയാണ് കുന്തിയായി മഹാഭാരതത്തിൽ അഭിനയിച്ചത്. സ്റ്റാർ പ്ലസിൽ വന്ന സീരിയലാണ്. ആ സീരിയലിനെ ആസ്പദമാക്കിയാണ് ഹണി റോസിനെ പരാമർശം. ഒരുപക്ഷെ അദ്ദേഹം പറയുമായിരിക്കും. എന്തൊക്കെയാണ് അണ്ണാ ഇരുന്ന് പറയുന്നത്? എന്താണ് ഇയാൾ പറയുന്നത്? എനിക്കറിയില്ല. ഇതിനോടൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അറിയില്ല. ഷഫാഖ് നാസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഓരോ സംഗതികൾ കൊണ്ടുവരികയാണ് രാഹുൽ ഈശ്വർ. ഇതേമാതിരി ഇങ്ങനെ തന്നെയാണ്. ഓരോ വിഷയം വരുന്ന സമയത്ത് അതാത് ആൾക്കാരുടെ പക്ഷം നിന്ന് സംസാരിക്കുന്ന സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. കാരണം ദിലീപിന്റെ കേസിൽ അങ്ങനെ ഓരോ കേസിലും പുള്ളി കറക്റ്റ് ടൈമിന് വന്ന് ചാടിയിട്ടുണ്ട്. എന്തായാലും ഇയാൾ പറഞ്ഞിട്ടുള്ള കുന്തി ദേവി, അപ്പോൾ ബോച്ചെ പറഞ്ഞത് ഇപ്പോൾ രാഹുലിൻ്റെ പ്രകാരം ചിലപ്പോൾ ബോച്ചെ ഡിഫൻസിൽ വരുമായിരിക്കാം. ഈ ചർച്ചയിൽ 2 കാര്യമാണ് രാഹുൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇപ്പോൾ ഈ ഒരു ഷഫാഖ് നാസിൻ്റെ വിഷയം. രണ്ടാമത്തത് വളരെ, ഞാൻ അതിൻ്റെ വോയിസ് പ്ലേ ചെയ്യാം. ഹണി റോസിൻ്റെ ഒരു മൂവി ഇറങ്ങുകയാണ്, റേഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു മൂവി നാളെ ഇറങ്ങുന്നുണ്ട്. ആ പടത്തിന് അഭിവാദ്യങ്ങൾ, നല്ലത് വരട്ടെ എന്നുള്ള രീതിയിൽ നൈസായിട്ടൊരു സാധനം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ലേഡിയാണ് ഷഫാഖ് നാസ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടോ? ഷഫാഖ് നാസ് ആണ് ഈ സ്ക്രീനിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ഇവരുടെ ഇൻസ്റ്റഗ്രാം പിക്ചേഴ്സാണ്. ഇതാണ് ഷഫാഖ് നാസ്. ഇതാണ് ഇവർ കുന്തി ദേവിയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. കുന്തി ദേവിയായിട്ട് മഹാഭാരതത്തിൽ വന്നിട്ടുള്ള അവരുടെ രൂപമാണിത്. ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് എവിടെയാണ് ഹണി റോസിനെ ഈ ഷഫാഖ് നാസായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടായി എന്നുള്ളത് ദയവ് ചെയ്ത് ബോബി ചെമ്മണ്ണൂർ ഒന്ന് പറഞ്ഞു തന്നാൽ നന്ന്. സോറി, ബോബി ചെമ്മണ്ണൂർ സ്വന്തം ആളാണല്ലോ ഇയാൾ. ദയവ് ചെയ്ത് രാഹുൽ ഈശ്വർ ഒന്ന് പറഞ്ഞു തന്നാൽ നന്ന്. ഇത് എവിടെയാണിത് ആ ഒരു ഉപമ വന്നിട്ടുള്ളത്. ഇനി ഇന്നലത്തെ പരാമർശത്തിന് വേണ്ടിയിട്ട് ഇത് ഇന്ന് പറഞ്ഞ ഡയലോഗ് കേട്ടോ. ഇന്നലത്തെ പരാമർശത്തിൽ ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വളരെ പെട്ടെന്ന് വായിക്കാം, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളുടെ കണ്ണ് കാണാനില്ലല്ലോ, കണ്ണടച്ചിട്ടാവൂലേ? ഇന്നിപ്പോൾ ചേഞ്ചിന് വെയിലായതുകൊണ്ട് കണ്ടച്ചേട്ടോ. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ്. ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ 2 ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും. ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ്. പിന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എവിടെ തുടങ്ങണം, എന്ത് പറയണം എന്നുള്ളതല്ല, എവിടെ നിർത്തണം എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ അത് കൂടുതൽ പണി വരാനുള്ള ചാൻസസ് ഉണ്ട്. സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ട്, ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും. അത് തോന്നുകയാണ് നിർവീര്യമാവും എന്നുള്ളത്. അങ്ങനെ നിർവീര്യമായി പോകുന്നുണ്ടെങ്കിൽ ആൾക്കാർ ചർച്ച ചെയ്യില്ല കേട്ടോ. നിർവീര്യമൊന്നുമില്ല. ഈ ചങ്ങായി എന്തൊക്കെയോ വിളിച്ച് പറയാണ്. പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി. കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയതിനെ. കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാൽ ആണ് അദ്ദേഹത്തിന് നിയന്ത്രണം പോകുന്നതെന്ന് അറിയില്ലല്ലോ.
ഭാഷയുടെ കാര്യത്തിൽ ഉള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി ഇതിന് മറുപടിയായിട്ട് രാഹുൽ ഈശ്വറിൻ്റെ കാര്യം പറയുന്നു. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, ഈ വീഡിയോയിലും ഞാൻ എടുത്തു പറയുന്നു. ഞാൻ എടുത്തു പറയാനുള്ള റീസൺ എന്താണെന്നറിയോ? ഇനിയിപ്പോൾ നമ്മളുടെ ആശയം നമ്മൾ ആരെ കൂടെ എന്ത് കൂടെ എന്നുള്ളൊരു കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരാം. പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് നമ്മളിതിൽ ഹണിറോസിൻ്റെ കൂടെ തന്നെയാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ ഒരു പുരുഷൻ്റെ ആരുടെ ആണെങ്കിലും വസ്ത്രധാരണം അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. അവരുടെ അതിനുള്ള ലിമിറ്റ് അവരാണ് ഫിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ പണി വരും. അതിൻ്റെ അടിയിൽ പോയി കമൻ്റ് അടിക്കുക, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്തതിന് എവ്രി ബോഡി ഈസ് യുണീക്ക് അല്ലേ? അങ്ങനെ നാളെ മറ്റേ ഇവരുടെ ഒരു കേസ് പറഞ്ഞത് വിദ്യാബാലൻ്റെ ഒരു ഇതുണ്ട്. ഓരോരുത്തരും അവരുടെ ബോഡി ഓരോ പ്രത്യേകമുള്ള ഘടനയാണ് ഓരോരുത്തർക്കും ഉള്ളത്. നോ ബഡി ഹാസ് ഗോട്ട് എ റൈറ്റ് ടു ബോഡി ഷെയിം എനിവൺ. അത് വളരെ സിമ്പിളായിട്ട് കേട്ടോ. നമ്മൾ കാര്യത്തേക്ക് കിടക്കാം. രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ബഹുമാനമാണ്, ആദരവാണ്. നാളെ അവരുടെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ആ സിനിമയ്ക്ക് എല്ലാവിധ റീച്ചെന്ന സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. എല്ലാവിധ അഭിവാദ്യങ്ങളും ഓൾ ദ ബെസ്റ്റ് നേരുന്നു. ഊക്കും ഉപദേശവും ഒരുമിച്ചാണ്. നാളെ ഹണിറോസിന് ബഹുമാനമുണ്ട്, നാളെ അവരുടെ സിനിമ പുറത്തിറങ്ങുന്നു. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതേ സംഭവം ഞാൻ ഇത് കേട്ടപാടെ ഞാൻ ചിന്തിച്ചാണ് ഇത് വേറൊരു രീതിയിൽ ഹണിറോസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇയാൾ പറയുകയാണെന്നുള്ള അതേ കാര്യം തന്നെ ഈ ഒരു ആങ്കർ എടുത്ത് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം ഹണിറോസിന്റെ വിമർശനം പോലെ തന്നെ ഹണിറോസിനോട് ഒരുപാട് പേർക്ക് വിമർശനമുണ്ട്. അവരുടെ വസ്ത്രധാരണം പരിധികൾ കിടക്കുന്നു, സഭ്യതയില്ലാത്തതാണ്, വൾഗർ ആംഗിളുകളുള്ള ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഫറാഷിബിലെ അടക്കമുള്ള സിനിമാ രംഗത്തു നിന്നുള്ള വിമർശനം കൂടി അവർ ശ്രദ്ധിക്കണം. രണ്ട്, ഹണിറോസ് ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡുകളുണ്ട്. ആ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡിന്റെ വിവാദമാണ് കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത്. അതുകൊണ്ട് അമ്പലം, പള്ളി തുടങ്ങിയ കാര്യങ്ങളിൽ ഡ്രസ് കോഡുകളുണ്ട്. ആ ഡ്രസ് കോഡ് കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തു എനിക്കറിയില്ല. കേരളത്തിൽ കുറച്ച് പേരെങ്കിലും ചർച്ച ചെയ്തിട്ടുള്ള ആ ഡ്രസ് കോഡൊന്നല്ല, അത് പുരുഷന്മാർ ഷർട്ട് ഇടേണ്ട കേസല്ലേ? ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? സഭ്യതയും മാന്യതയും ഉള്ളതാകണം. സംസാരത്തിൽ മാന്യത ഉള്ളതുപോലെ തന്നെ ഡ്രസ് കോഡിലും മാന്യത വേണമെന്ന് പറഞ്ഞാൽ അവർ അന്താരാഷ്ട്ര കുറ്റമായി കാണാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയം. ഈ മാന്യത എന്ന് പറഞ്ഞുള്ള വാക്ക് ഇത് ആരാ ഫിക്സ് ചെയ്യുന്നത്? എവിടെയാണ് ഈ ബൗണ്ടറി? എവിടെയാണ് ഈ മാന്യതയുടെ ബൗണ്ടറി? അതുകൊണ്ട് ഹണിറോസിന്റെ വിമർശനത്തെ ബഹുമാനത്തോടെ എടുക്കുന്നു. ഹണിറോസിന് എല്ലാവിധ ആശംസകളും എടുക്കുന്നു. എന്നാൽ അതോടൊപ്പം ഹണിറോസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹണിറോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ട്. അത് ഹണിറോസ് അറിയണമെങ്കിൽ ഹണിറോസിനെ ബഹുമാനപുരസര വിമർശനത്തിനല്ലല്ലോ ഇവിടെ കേസ് എടുത്തിരിക്കുന്നത്. കേസ് എടുത്തിട്ടുള്ളത് പച്ചയ്ക്ക് ബോബി ചെമ്മണ്ണൂരിന്റെ കൂടെ നിന്നിട്ട് ബോച്ചേനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ പോരെ? ബഹുമാനപുരസരത്തിനല്ലല്ലോ ഇവിടെ കേസ്. എന്തിനാ വന്നത്? അതുപോലും ഈ വാക്ചാതുര്യത്തിൽ ഇയാൾ മറന്നുല്ലോ. കേസ് വന്നിട്ടുള്ളത് പിന്നെ ദ്വയാർത്ഥ പ്രയോഗം, അപമാനിച്ചു, അതുപോലെ വളരെ മോശമായിട്ടുള്ള സെക്ഷൽ റിമാർക്സ് ഉള്ള കമന്റ് ഇട്ടു, അതാണ്. അങ്ങനത്തെവർക്കെതിരൊന്നും ഹണിറോസ് കേസ് എടുത്തിട്ടില്ല എന്നാ മനസ്സിലാക്കുന്നത് കേട്ടോ. സിനിമയ്ക്ക് ആദ്യം രാഹുലിന്റെ ആശംസ നേർന്നത് എന്തുകൊണ്ടാണ്? ഈ കേസ് അതുമായി ബന്ധപ്പെട്ടതാണ് എന്ന പരാമർശം ബോച്ചയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനോട് യോജിക്കുകയാണോ? യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ആങ്കർ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അതിനുള്ള മറുപടി വസ്ത്രധാരണത്തിൽ മാന്യതയുണ്ട് എന്നുള്ളൊരു കാര്യം സത്യമല്ലേ? വസ്ത്രധാരണത്തിൽ മാന്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ? പലപ്പോഴും നമ്മുടെ ചാനലുകൾക്കും മുഖ്യധാര ചാനലുകൾക്കും പറ്റുന്നത് അവർ കണ്ണടച്ച് ഇരുട്ടാക്കിയതുകൊണ്ട് ഈ ലോകം ഇരുട്ടാകുന്നില്ല. ഞാൻ ഒരു റിക്വസ്റ്റേ പറയുന്നുള്ളൂ, നിങ്ങളുടെ അടക്കം ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്ന് പറഞ്ഞു. ആങ്കർ ചോദിച്ചുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ റേച്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇറങ്ങുന്നതിന് ആ ഒരു ഇത് റിലേറ്റഡ് ആയിട്ട് ബോച്ചയും പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യമാണോ രാഹുൽ പറഞ്ഞതിന് എന്നുള്ളതിന് മറുപടി ആയിട്ട് ഇയാൾ വേറെ എന്തൊക്കെയോ എവിടേക്കൊക്കെ വളച്ചൊടിച്ച് കൊണ്ടുവന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഒരു പോള് നടത്താം, ഒരു വോട്ടിംഗ് പരിപാടി നടത്താം. ഏറ്റവും കൂടുതൽ കമന്റ് കിട്ടുന്നതിന് ആ രീതിയിലുള്ള വിധി നടപ്പിലാക്കാം. അതായത് ഹണിറോസ് കൊടുത്ത കേസ്, ആ കേസിന് ഒരു പൊതുവായിട്ടുള്ള ഒരു പോള്. ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ തീരുമാനിച്ചാൽ മതിയല്ലോ. കോടതിയും പരിപാടിയും നിയമവും സംഗതികളും ഒന്നും വേണ്ട. ഒരു പോളാണ്ട് വെക്കുക. ഏറ്റവും കൂടുതൽ ഹണിറോസിനാണ് സപ്പോർട്ട്, യെസ് എന്നാ ഹണിറോസിനെ. അതല്ല ബോച്ചയ്ക്കാണ് സപ്പോർട്ട് എന്നുണ്ടെങ്കിൽ ബോച്ചനെ വെറുതെ വിടാം. ബോച്ചെ അല്ലെങ്കിൽ ഹണിറോസ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളായിട്ടല്ല ഇപ്പോൾ ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. അത് രണ്ട് വിഷയമായി മാറിക്കഴിഞ്ഞു. ബോച്ച എന്ന് പറഞ്ഞാൽ ഇതുപോലെ സംസ്കാരമുള്ള ആരോടും ഒരു മടിയും ഇതും ഇല്ലാത്ത രീതിയിൽ ഡബിൾ മീനിങ് കമൻ്റ് അടിച്ചിട്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പുറത്ത് ഇതിനെതിരെ പ്രതികരിക്കാൻ കാണിച്ചിട്ടുള്ള ഒരു വോയിസാണ് ഹണിറോസ്. മനസ്സിലായോ? പഴംപൊരിയുടെ കേസ് ഉണ്ടല്ലോ,
ഞാനൊന്ന് പീടിയ കയറിയിട്ട് ചോദിച്ചു നോക്കട്ടെ, ചേട്ടൻ്റെ പഴംപൊരിക്ക് വലിപ്പം കുറവാണല്ലോ, നീളം കുറവാണല്ലോ, വളഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത് ചേച്ചി എന്ന് ചോദിച്ചാൽ അടുത്ത സെക്കൻഡിൽ എൻ്റെ മുഖത്ത് അടി വീണുണ്ടാവും അല്ലേ? നിങ്ങളുടെ മുഖത്താണെങ്കിൽ വീണുണ്ടാവും. അവിടെ അടി വീഴാതെ കയ്യടി വീഴാൻ കാരണം എന്താ അറിയോ? കയ്യടിയും ഇളിയും വീഴാനുള്ള കാരണം ഇതുപോലെ ലൈക്ക് മൈൻഡഡ് ആൾക്കാർ പുറത്തുണ്ട്. പിന്നെ പണത്തിന്റെ പവർ. രാഹുൽ, ഹണി റോസിന് ഇങ്ങനെ ചില പൊതുമധ്യത്തിൽ അപമാനം നേരിടുമ്പോൾ അവർക്ക് കേസുമായി മുന്നോട്ട് പോകാതെ മറ്റു സാഹചര്യമല്ലോ, അവരുടെ ഭാഗത്തും ന്യായം അക്കാര്യത്തിൽ ഉണ്ടല്ലോ, അവരുടെ നീതിയും സംരക്ഷിക്കപ്പെടണമല്ലോ. അല്ല, ഒരു കാര്യം കൂടെ ദയവായി ശ്രദ്ധിക്കുക. BNS പ്രകാരം 75 4ാം ഉപവകുപ്പ് പ്രകാരം സെക്ഷലി കളേർഡ് റിമാർക്സ് ശരിയല്ല. ഈ കാര്യത്തിൽ ആരും ബോച്ചെ ചെയ്ത് ശരിയാണെന്ന് പറയുന്നില്ല. ബോച്ചെ പോലും മാപ്പ് പറയാൻ തയ്യാറായിരുന്നു. ബോച്ചെ ശരിയല്ലാന്ന് നിങ്ങൾ പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ സംസാരത്തിന് നിങ്ങൾ തോന്നുന്നുണ്ട് അയാൾ ചെയ്ത ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മാപ്പ് പറയാൻ അദ്ദേഹം മനസ്സ് വെച്ചതാ. അതോടൊപ്പം ഈ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഹണിറോസിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, അമല പോളിന്റെ ഭാഗത്തു നിന്ന്, അങ്ങനെ പലരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു വസ്തുത നമ്മൾ മറക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ വിവാദത്തിൽ രാഹുൽ ഏത് പക്ഷത്താണ്? ഹണി റോസിന്റെ പക്ഷത്തല്ലേ? ഈ കേസുമായി ബന്ധപ്പെട്ട്, ഇപ്പോഴത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ ഏത് പക്ഷത്താണ്? ഹണി റോസിന്റെ പക്ഷത്തല്ലേ? ശരി, ആ നിലപാടും കൂടി ഒന്ന് പറയാം. ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പ് സ്വീകരിച്ചുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കണമെന്നാണ് ഹണി റോസിനോട് അഭ്യർത്ഥന. ബോബി അപ്പൊ അത് ആരുടെ പക്ഷത്താന്ന് മനസ്സിലായി? ഇയാൾ നിൽക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ പക്ഷത്താണ്. ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറാണ്. അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് ആ കേസ് അവസാനിപ്പിക്കണം. ഇനി ബോബി ചെമ്മണ്ണൂരിനെ 3 വർഷം ജയിലിലിടണമെന്നാണോ ഹണി റോസിന്റെ അഭിപ്രായം? ഈ കുന്തി ദേവിയുടെ പരാമർശത്തിന്റെ പേരിൽ 3 വർഷം ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ അടയ്ക്കണം എന്ന അഭിപ്രായം ഹണി റോസിനുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. 3 വർഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ജയിലിലടച്ച് കളയണോ? 2, ലാലേട്ടൻ, നമുക്ക് എല്ലാം ഇഷ്ടമുള്ള ആദരണീയനായ ലാലേട്ടൻ ഇതേ സെക്ഷലി കളേർഡ് റിമാർക്ക് മോൺസ്റ്റർ എന്ന സിനിമയിൽ ഇതേ സാഹചര്യത്തിൽ ഹണി റോസിനോട് പറയുന്നത് വളരെ ചിരിച്ചുകൊണ്ട് ഹണി റോസ് കേട്ടോണ്ട് നിൽക്കുകയല്ലേ? അപ്പൊ ഭയങ്കര വിറ്റാണല്ലോ. എന്നൊരു കാര്യം ചെയ്യാം, ലാലേട്ടനല്ല പറഞ്ഞിട്ടുള്ളത്, ലക്കി സിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ലക്കി സിംഗിനെതിരെ കേസ് കൊടുക്കുക. ലക്കി സിംഗിന്റെ അതേ വേഷത്തിൽ ലാലേട്ടൻ കോടതിയിൽ ഹാജരാവട്ടെ. ഒരു ലക്കി സിംഗിനെ ശിക്ഷ വിധിക്കട്ടെ. അതല്ലേ അതിന്റെ ഹീറോയിസം. പറ്റുകയെന്ന് പറഞ്ഞാൽ ഈ ഇരട്ടത്താപ്പ് പലപ്പോഴും സമൂഹത്തിലെ ആൾക്കാർ ചോദ്യം ചെയ്യും. ഫെമിനിസ്റ്റുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറഞ്ഞ് പുരുഷനെ വേട്ടയാടാവുന്ന മനോഭാവം പാടില്ല. അതായത് കസബയിൽ മമ്മൂട്ടി പറയുന്നത് ഒരു വരും കൂടെ, കസബയിൽ മമ്മൂട്ടി പറയുമ്പോൾ മമ്മൂട്ടിക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു. അത് മമ്മൂട്ടി ഒരു ഡയറക്ടർ എഴുതി കൊടുത്തതല്ലേ, തിരക്കഥാകൃത്ത് എഴുതി കൊടുത്തതല്ലേ എന്നാരും ചോദിക്കുന്നില്ല. എന്നാൽ നേരെ തിരിച്ച് ലാലേട്ടൻ പറയുമ്പോൾ അതൊക്കെ തിരക്കഥയല്ലേ എന്ന് പറയുന്നു. അപ്പൊ സമൂഹത്തിൽ ഇത്തരം ഇരട്ടത്താപ്പുകൾ ഈ ലിബറലുകളുടെയും ഫെമിനിസ്റ്റുകളുടെയും സോക്കോൾഡ് പുരോഗമനവാദികളുടെയും ഭാഗത്തുനിന്ന് വരുമ്പോ മറുഭാഗത്ത് എതിർപ്രതികരണങ്ങൾ വരുന്നത് ഇവരെ രാഹുലെ, ഒരാളെ എന്ത് ഡ്രസ്സ് ധരിക്കണം, എന്ത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ട ആ ആളാണല്ലോ. അയാളെ വിമർശിക്കാം, പക്ഷെ അയാളെ ചെയ്യരുത് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. യെസ്, അത് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണ്ട. ആക്ച്വലി ഞാൻ വേറെ കുറേ വീഡിയോ കുറച്ചുകൂടി എടുത്തു. ഇത് എന്താ വെച്ചാൽ ക്യാമറ ചൂടായിട്ട് ഓഫായി പോയി. സംഭവം എന്നുള്ളൂ, ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അത് അയാളുടെ ഇഷ്ടമാണ്. അതിനെ വിമർശിക്കാം, മാന്യമായ രീതിയിൽ വിമർശിക്കാം. മാന്യത വിടുന്ന സമയത്ത് ഇതേപോലെ പോയി കിടക്കേണ്ടി വരും, വളരെ സിമ്പിളായിട്ട്. പിന്നെ വസ്ത്രധാരണത്തിൽ മാത്രമല്ല ബോബി ചെമ്മണ്ണൂരിന്റെ ഇഷ്യൂ എന്ന് മനസ്സിലാക്കുക. ഹണി റോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വോയിസ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസ്, ആ പീടികയിൽ നിർന്നിട്ടുള്ള ചേച്ചിയും ചേട്ടനും, പ്രായ ചേച്ചിയും ചേട്ടനും, ചായയും പഴംപൊരിയും വിൽക്കുന്ന ചേച്ചിയും ചേട്ടനും, അവരൊരിക്കലും വസ്ത്രധാരണത്തിന്റെ പേരിലല്ല കമന്റ് അടിക്കപ്പെട്ടത്. പിന്നെ രണ്ടാമത്തെ കേസ്, ചേച്ചിയുടെ ചായയും കടിയും എന്ന് അവിടെ പോയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ചായക്കട കയറി പറഞ്ഞിട്ട് ഈ ബോച്ചെ പറഞ്ഞിട്ടുള്ളത് അതൊരിക്കലും അവരുടെ വസ്ത്രധാരണത്തിൻ്റെതല്ല. ആ ചെറിയ കുട്ടീനോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ രണ്ടുപേരും കൂടി കളിച്ചിട്ട് ട്രോഫിയും കൊണ്ടുവരാം എന്നുള്ള സ്കൂൾ ഒരു കുട്ടി ഉണ്ടല്ലോ. ഇതൊന്നും വസ്ത്രധാരണത്തിന്റെ പേരിലല്ല കേട്ടോ. അപ്പൊ രാഹുൽ ഈശ്വർ ഒരു കാര്യം മനസ്സിലാക്കുക, ബോച്ചയുടെ വിഷയമാണ് ഇവിടെ സംസാരിക്കുന്നതെങ്കിൽ അയാളുടെ കേസിൽ അയാൾ ഇതുപോലെ കമന്റുകൾ സ്ഥിരമായിട്ട് പറയുന്ന വ്യക്തിയാണ്. അതിപ്പോ ഈ ഒരു കേസിൽ മാത്രമൊന്നുമല്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ, അത്ര തന്നെ ഉള്ളൂ.